ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കാൻ വിചാരിച്ചിരുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞാൽ ഫുള്ളൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഡേ മൊത്തമല്ല, മോർണിംഗ് റൊട്ടീൻ മാത്രമേ ഇതിൽ പെട്ടിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ കാലത്ത് എണീക്കുന്ന പരിപാടി ഇപ്പം തന്നെ കുറച്ച് കാലങ്ങളായിട്ടില്ല കേട്ടോ. ഒരു 6:30-7 മണി ആ സമയത്ത് തന്നെ ഇപ്പം ഒന്നും നീക്കുള്ളൂ. കാരണം അത്ര പണികളേ ഉള്ളൂ എണീച്ചിട്ട്. എക്സ്ട്രാ നമുക്കൊന്നും എടുക്കാതെ കുറച്ച് നേരത്തെ എണീക്കണം, ചോറ് കൊണ്ടുപോകണമായിരിക്കും, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഉറങ്ങാനും അത്യാവശ്യം നല്ല പോലെ വൈകാറുണ്ട്. കുട്ടികളൊക്കെ ഉറങ്ങി കിട്ടുമ്പോഴേക്കും നേരം കുറയാവും. അപ്പോൾ കണ്ടോ, കുളിയൊക്കെ കഴിഞ്ഞു, നേരെ അടുക്കളയ്ക്ക് കയറി. ഇനി ചോറ് വയ്ക്കണം, ചായ വയ്ക്കണം, കടി ഉണ്ടാക്കണം, അങ്ങനെ ഓരോ പണികൾ കിടക്കുകയാണ് അല്ലേ. മക്കളൊന്നും എണീച്ചിട്ടില്ല. അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ അത്യാവശ്യം കുറേ നേരം അവർ ഉറങ്ങും. അപ്പം ഞാൻ വിചാരിച്ചു ചായ വെക്കണേ മുന്നേ കുറച്ച് അലക്കാനുണ്ട് ഇന്നലത്തത്. അതിപ്പോൾ രാവിലെ തന്നെ മെഷീനിൽ എടുത്തിട്ടാൽ നല്ലൊരു വെയിൽ വരുമ്പോഴേക്കും അത് ഉണക്കാനിടാമല്ലോ വിചാരിച്ചു. പിന്നെ ഞാൻ രാത്രി അടുപ്പിലെ ചാരം വാരി വെക്കില്ല കേട്ടോ. ഞാൻ ഈ പുതിയ വീട്ടിലേക്ക് വന്നാലൊക്കെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. കാരണം ഒക്കെ ക്ലീനാക്കി ഇട്ടാലും ചാരം ഞാൻ വാരലില്ല, അത് രാവിലെ തന്നെ വാരലുള്ളൂ. ആ അടുപ്പ് അങ്ങനെ ഒരു ക്ലീനാക്കിയിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് തീ പിടിപ്പിക്കണം. അത് വലിയ ടാസ്ക്കാണ്. കാരണം അടുത്ത് ചെറിയ ചുള്ളിക്കമ്പുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ തീ പിടിപ്പിക്കൽ വലിയ ടാസ്ക് തന്നെയാണ്. ഇനി മഴക്കാലം കൂടിയല്ലേ. മഴക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് മാത്രം മഴ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി മഴക്കാലം തന്നെയല്ലേ. വിറക് നനയാൻ മാത്രം മഴ എന്തായാലും പെയ്യുണ്ടല്ലോ. ഇക്കെനിക്ക് ഒരു കൊള്ളി വിറകിനില്ല കേട്ടോ. വിറകിന് പോയി കൊണ്ടുവന്നിട്ടൊക്കെ വേണം മലയിൽ പോയിട്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ പിടിപ്പിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ അടുക്കളയോ കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് ഗ്യാസ് സ്റ്റവ് അടുപ്പ് നിൽക്കുന്നവർ അത്രയും അടുത്തടുത്തായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. പിന്നെ ആ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തേക്ക് അടുപ്പ് ഞാൻ കത്തിക്കലേ ഇല്ല കേട്ടോ. കാരണം ആ ചൂട് പറ്റിയൊക്കെ പാടെ പൊട്ടിത്തെറിക്കണ്ടല്ലോ വിചാരിച്ചിട്ടേ. നമുക്കുള്ള ആ ഒരു സൗകര്യത്തിലാണ് ഒക്കെ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വേഗം അടുപ്പത്ത് ചോറിന് വെള്ളം വെച്ചിട്ടോ. ഇനി ഞാൻ ചായക്ക് വെള്ളം ഗ്യാസുമ്മല വെക്കൽ. അല്ലെങ്കിൽ ചോറിന് വെള്ളം വയ്ക്കുമ്പോൾ തിളയ്ക്കുമ്പോൾ ഇന്ന് കുറച്ച് മുക്കിയാലൊക്കെ മതി. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ ഇന്നലെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. ഇന്ന് ദോശയാണ് എൻ്റെ മനസ്സിലൊരു പ്ലാന്. എന്തായാലും കുഴപ്പമില്ല, പുട്ടുണ്ടാക്കുകയാണെങ്കിലോ നൂൽപുട്ട് ഉണ്ടാക്കണമെങ്കിലോ ഒക്കെ ഗ്രീൻ പീസ് തന്നെ മതിയല്ലോ. അപ്പോഴേക്കും നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് മധുരം ഇട്ടിച്ചിട്ട് ഞാൻ ഈ ഒരു പാൽ കുക്കറാണ് സാധനം ഇട്ടത്. അത് സത്യം പറഞ്ഞാൽ അടുപ്പത്തേക്കാണല്ലോ ഉപയോഗം ഇല്ല. ആകെ തീ പിടിച്ച് തീ കട്ട കളറാവും. അത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിനെ. അപ്പോൾ അതിലൂടെ ചായ ഒഴിച്ച് വെച്ചാൽ 10 മണിയാകുമ്പോൾ 11 മണിയാകുമ്പോൾ കുടിച്ചാലും അത് ചൂടുണ്ടാവും. അപ്പോൾ ഞാൻ ചോറിന് അരി ഇട്ടിട്ടില്ല കേട്ടോ. ഇനി വെള്ളം ഇറക്കി വെക്കണ്ടല്ലോ വെച്ചിട്ട് നേരെ ഗ്യാസ് സ്റ്റൗമ്മൽ തന്നെ നമ്മളെ ദോശച്ചട്ടി വെച്ചു. കുറച്ച് ദോശ മതി. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു 6-7 ദോശ മതി എനിക്ക്. അപ്പോൾ ദോശ ചൂടട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴേക്കും വെള്ളം കാഞ്ഞു തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ അരി ഇട്ടച്ചാൽ പിന്നെ അവിടെ തിളയ്ക്കല്ലോ വിചാരിച്ചു. ഞാനെന്ത് ചെയ്യലറിയോ, ഒരു കൊള്ളിയിട്ടാണ്ട് അതിൻ്റെ കൂടെ 2 ചകിരിയൊക്കെ എടുത്തിട്ടല്ലാണ്. പിന്നെ ആ ചൂട് തന്നെ മതിയല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിലും നമുക്ക് അരിയിട്ട് തിളക്കണം കേട്ടോ. തിളയ്ക്കാതിട്ട് കഴിഞ്ഞാൽ പിന്നെ അരി അവിടെ കല്ലച്ച് നിൽക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഞാനിപ്പോൾ നിന്നതൊക്കെ എത്ര വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നേ, ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ. അപ്പോൾ ഞാൻ അരി ഇട്ടോ. ഈ മക്കളെ സ്കൂളുണ്ടെങ്കിൽ തന്നെ എണീക്കുകയാണെങ്കിൽ 8 മണി 7-8 മണി എന്തായാലും ആവും. സ്കൂളിലാത്ത ദിവസം എന്തായാലും 9 മണിയെങ്കിലും ആവും. ഞാൻ വിളിച്ചാലും ഒരു തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ദോശ ചൂടിൽ അവിടെ പുരോഗമിച്ച് കൊണ്ട് നിൽക്കണം. ഞാൻ പറഞ്ഞില്ല, ആകെ 6-7-8 ദോശ. അതിനപ്പുറം ഞങ്ങൾക്ക് എന്തായാലും ദോശ വേണ്ട. മക്കളൊക്കെ ഓരോന്നല്ല കഴിക്കുള്ളൂ. പിന്നെ എനിക്കും തന്നെ വലുതായിട്ട് അങ്ങനെ രാവിലെ വേണ്ട. അപ്പോഴേക്കും നമ്മളെ ഗ്രീൻ പീസ് അവിടെ റെഡി ചെയ്യാൻ കേട്ടോ. അത് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതൊന്ന് വറവിടണം. വറവിട്ടിട്ട് വേണം നമുക്ക് കറിയൊക്കെ വെക്കാനുള്ള ഇത് നോക്കാൻ. ഇന്നെന്തായാലും ഇറച്ചി മീനൊന്നും ഇല്ല. ഇന്നലെ വരെയൊക്കെ ഇറച്ചി മുക്കാൻ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഒരു പച്ചക്കറി ഡേ ആക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ വല്ലാതെ പുറത്തുനിന്ന് പച്ചക്കറി ഒന്നും വാങ്ങില്ല കേട്ടോ. കിട്ടുകയാണെങ്കിൽ നാട്ടിലത്തെ കുറച്ച് ചേമ്പോ ചേനയോ അതേപോലെ കർമൂസയോ പൂളയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വെക്കുന്നല്ലാതെ പുറത്തുനിന്നായിട്ട് വലിയ കഷ്ണങ്ങളൊക്കെ വാങ്ങി യമണ്ട സാമ്പാറൊന്നും ഞാൻ വെക്കലില്ല. സാമ്പാറൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഉണ്ടാക്കണ പോലെയാണ് അപ്പോൾ അത്. അപ്പോഴേക്ക് ഞാൻ ഗ്രീൻ പീസൊക്കെ കണ്ട വറവിട്ടിട്ട്. ഗ്രീൻ പീസ് ഉണ്ടാക്കാൻ ഞാൻ ഇതിലൊന്നും ഒരു മസാല പോലും ചേർത്തിട്ടില്ല കേട്ടോ. മസാല ചേർത്ത് ഉള്ളിയോ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ല. കാരണം കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പൂട്ടോട് വേവിച്ച സാധനം അതിക്കട് ചെറിയ ഉള്ളിട്ട് വറവിട്ടു. അത്രയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് മതിയല്ലോ, അത് നല്ല രസമാണ്. പിന്നെ ഒന്നും ഞാൻ പറഞ്ഞ പച്ചക്കറിയാണെന്ന്. അപ്പോൾ കർമൂസ ഇന്നലെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമ്മളെ പാടത്ത് ഒരു കർമൂസ മരം ഉണ്ടായി കേട്ടോ. പൊടമൊളിച്ചാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനും എൻ്റെ ഒപ്പം 2 കൂട്ടുകാരിലും കൂടി അവിടെ നിന്ന് പറിച്ചു. അപ്പോൾ അതിന് ഒരു പകുതി തന്നെ എൻ്റെ മക്കൾ തിന്ന് കഴിഞ്ഞു പച്ചക്കിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണിത്.
ബാക്കിയുള്ള ഞാൻ കൂട്ടത്തിലേറ്റവും ചെറുതാണ് ഞാൻ അടുത്ത് പോകുന്നത്. ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൽ നിന്നൊരു കഷ്ണം കൂടി ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടോ. ഞാനൊരു തിന്നാൻ തിന്നോട്ടെ വെച്ചിട്ട് കർമൂസ് നല്ലതല്ലേ, ക്രിമിയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമുക്ക് ഞാൻ കുക്കർ ഒഴിഞ്ഞ് സ്ഥിതിക്കേ ഇതിപ്പോൾ തന്നെ കുക്കറിലിട്ടാൽ പരിപാടി പെട്ടെന്ന് തീർക്കാം. ഈ കുട്ടികളുടെ ദിവസം എന്താ പറയുക, ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പ്രാന്താട്ടോ. കാരണം ഓല് വികൃതിയാട്ടലും അതും ഇതൊക്കെ ആകുമ്പോൾ നമ്മളെ പണിയും കഴിയാത്തുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വരും കേട്ടോ. നിങ്ങളെ കാര്യം എങ്ങനെ എനിക്കറിയില്ലല്ലോ, നിങ്ങൾ അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ടോ? എന്തായാലും അങ്ങനെ പണി കുറേ കിടക്കുമ്പോൾ ചിലക്കൂടി എനിക്ക് പ്രാന്ത് അടിക്കും. അപ്പോൾ ആ ദേഷ്യം കൂടി ഞാൻ ഓരോരുത്തർ തീർക്കും. അപ്പോൾ അതിനല്ല ഞാൻ കുട്ടികൾക്ക് ലീവാകുന്ന ദിവസം ഞാൻ നാർത്തിച്ചിൻ്റെ പണികൾ ഫസ്റ്റ് തീർത്തുക്കും. ഇതുവരെ അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇനിയെന്ന സ്ഥിതി എന്താ നമുക്കറിയില്ല. അപ്പോൾ കർമൂസയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ ഒരു പകുതി, ആകെ കുറച്ച് കർമൂസല്ലേ ഉള്ളൂ, കുറച്ച് കറിയുള്ളൂ. കുറച്ച് പച്ചമുളക് ഇട്ടാലേ മതി, അതന്നെ ഒരു ഭാഗമാവും. പിന്നെ നാളികേരം അരച്ചൊഴിക്കണം. നാളികേരം അരച്ചൊഴിക്കാൻ ഞാൻ ഇപ്പോഴാണ് തേങ്ങ പൊട്ടിച്ചതൊക്കെ ഇങ്ങനെ പൊളിച്ച് വെക്കലാണ്. രാവിലേക്ക് പൊളിക്കാൻ പോകാനൊന്നും ഒരു ഇതുണ്ടാവില്ല. ഇതാകുമ്പോൾ എന്താ പെട്ടെന്ന് എടുത്ത കാര്യം ഈ അടുക്കള തന്നെ ചുറ്റി തിരിഞ്ഞാൽ നമ്മൾ പണി വേഗം തീരും. ഇടയ്ക്ക് പുറത്തൊന്ന് പോലെ അകത്തൊന്ന് കയറാകുമ്പോഴേക്ക് പണി വൈകും. അപ്പോൾ തേങ്ങയ്ക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ട് അരച്ചിട്ടോ, അതന്നെ ഉള്ളൂ. തേങ്ങ ചെറിയ ജീരകം, പച്ചമുളക് നേരത്തെ നമ്മൾ ഇട്ടല്ലോ. കുറച്ച് തൈരും ചേർത്തിട്ടോ. തൈര് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യം മിൽമേൻ്റെ കവർ തൈരിട്ട് വാങ്ങൽ. എനിക്ക് പേഴ്സണലി ഞാൻ പറയട്ടെ, ഈ ഒരു തൈരിന് ചേച്ചി പറഞ്ഞോട്ടെ ഇങ്ങനത്തെ ഒരു കുപ്പീൻ്റെ വാങ്ങി നോക്കുക, ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയൊരു തൈര് ഇത്. എന്തായാലും നല്ല ടേസ്റ്റുള്ള തൈര്, ഇടയ്ക്ക് വെണ്ണ പോലൊക്കെ തോന്നുന്നത് കണ്ടിട്ട്. കാരണം സ്പൂണോട് കൂടി ഓരി എടുത്താൽ അത്ര സോഫ്റ്റായൊരു തൈര്. അപ്പം ഞാൻ അതും കുറച്ച് കൂട്ടി അരച്ച്. അപ്പം ഒന്ന് കർമൂസ മോരൊഴിച്ച് വെച്ച ആ കറിയാണ്. ഓ അപ്പോൾ പോട്ടോ. അങ്ങനെ അതൊഴിച്ചു. നമ്മളെ കറി ഇനി വറവിട്ട് കഴിഞ്ഞാൽ അത് റെഡിയായി. ചേച്ചിനോട് പറ. വറവിടാൻ ഞാൻ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കുറച്ച് കറിവേപ്പിൻ്റെലും ഇട്ടാണ്ട് വറവിട്ടോ. അതന്നെ ഉള്ളൂ. അധികം ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ല, ഒക്കെ സിമ്പിൾ കറികളല്ലേ. പിന്നെന്താ പറയുക, നമുക്ക് നല്ല നല്ല കറികൾ ഉണ്ടാക്കുമ്പോൾ തിന്നിട്ട് അത് അഭിപ്രായം പറയാൻ ആൾക്കാർ വേണ്ടേ. അപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുള്ളൂ. ഞാൻ തന്നെ ഉണ്ടാക്കുക, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നുക. അതിനെക്കൊണ്ട് എനിക്ക് ഞാൻ എന്തുണ്ടാക്കിയാലും രസം തന്നെയാണ്. നമുക്കിതിന് കുറ്റം കണ്ടെത്താൻ ആൾ വേണം, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നന്നാക്കാൻ തോന്നുള്ളൂല്ലേ. എനിക്കിപ്പോൾ എന്തായാലും കുറ്റം കണ്ടെത്തുന്ന ആളിൻ്റെ ഒപ്പം അല്ല, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക, ഇപ്പം എന്തും തിന്നാം, അങ്ങനത്തെ സ്റ്റേജിലാണ് ഞാൻ. ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഈ കുട്ടിക്ക് കറി വേണം നിർബന്ധമൊന്നുമില്ല. വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് ആയാലും ഒരു തിന്നും. പിന്നെ കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടോ. മുരിങ്ങ ഇട്ട് ഞാൻ വിചാരിച്ചേ എന്തായാലും കർമൂസക്കറി എല്ലാം മുരിങ്ങ കുറച്ച് നാളികേരിട്ടാണ് ഉപ്പേരി വെച്ചാൽ അതും സെറ്റാക്കാമെന്ന് വിചാരിച്ചു. മുരിങ്ങ ഇതിവിടെ ഈ വീട്ടിലെന്താ പറയുക, 3 കുട്ടികളിലൊക്കെ 3 വെവ്വേറെ ഇഷ്ടങ്ങളും കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പം എൻ്റെ കാശിക്കുട്ടിനാണെങ്കിൽ ഈ മുരിങ്ങപ്പേരി കൂട്ടി അവൻ ചോറുണ്ണു. ശ്രീകുട്ടിക്കാണെങ്കിൽ മുരിങ്ങപ്പേരി ഇഷ്ടമല്ല. ഓള് ചിലപ്പോൾ മോരും കറിയും കൂട്ടി ഓള് തിന്നും. സായിട്ടിനെ അപേക്ഷിച്ച് ഈ രണ്ടും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഓള് ചിലപ്പോൾ പച്ചച്ചോറ് കഴിക്കുന്ന ആളാണ്. ഇവരൊക്കെ ഒരു ഇതിങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണ പോലെ അപ്പം ഇതൊക്കെ തോന്നുന്നത്. എന്തായാലും കുട്ടിക്ക് മുരിങ്ങ ഇഷ്ടമായതുകൊണ്ടും എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. 3 ആൾക്കൊക്കെ നല്ലതല്ലേ. എന്നും ഇറച്ചി മീനൊക്കെ തിന്നുന്ന സമയത്ത് ഈ പച്ചക്കറി ഇങ്ങനത്തെ കാര്യങ്ങൾ തിന്നൊക്കെ നല്ലത് തന്നെയല്ലേ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ വാങ്ങണേക്കാൾ നല്ല നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന തന്നെയല്ലേ. അപ്പോൾ ഞാൻ ആ നേരത്തെ എടുത്ത പച്ചമുളകിൻ്റെ കുറച്ച് ചെറിയൊരു കഷ്ണം ബാക്കി നിന്നിട്ടോ. അപ്പോൾ അതും 4 ചെറിയ ഉള്ളിയും തേങ്ങയും കൂട്ടി ഒന്ന് ചതച്ചെടുത്തു. കുറച്ചുള്ളൂ, കുറച്ച് തേങ്ങ ഇട്ടുള്ളൂ. ഞാൻ ആ തേങ്ങ മുറിയെ കൊണ്ടുള്ള ഒപ്പിക്കലാണ് ഇതൊക്കെ. ഞാൻ ആ മുരിങ്ങ കുറച്ച് ഉപ്പിട്ടാണ്ട് മുരിങ്ങ നല്ലോണം കഴുകി അതിലിട്ട് നല്ല ഇളക്കി അടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ റെഡി. ഒരു 2 മിനിറ്റ് ആ ഗ്യാസ് സ്റ്റൗ കെടുത്താൽ വയ്ക്കും. പിന്നെ കെടുത്തി വെച്ചാൽ ആവി തന്നെ വേകും. അപ്പം ഇന്നത്തെ എൻ്റെ അടുക്കളപ്പണി ഏകദേശം റെഡി ആയിന് കേട്ടോ. പിന്നെ വെച്ചാൽ ചോറിന് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാവും. 3 കറികളായല്ലോ, അങ്ങനെ ധാരാളം. ഇനിയിപ്പോൾ നമ്മളെ പണിയെന്ന് പറയാനുള്ള ഒന്ന് തിരുമ്പിയത് തോരണം. അതേപോലെ കുറച്ച് തോരടാനുള്ള തുണികളുണ്ട്, അത് തോരണം. മുറ്റടിക്കണം, അടിക്കണം, തുടയ്ക്കണം. അങ്ങനെ കുറച്ച് പണികളാണ്. പിന്നെ മക്കളൊക്കെ ഒന്ന് എണീപ്പിക്കണം, ഓരോ കാര്യങ്ങൾ കഴിക്കണം, ചായ കുടിക്കണം.
രാവിലത്തെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളൊരിക്കലും അടുക്കള പണി പിന്നെ ചെയ്യാൻ വിചാരിച്ച് ഒരിക്കലും നിൽക്കരുത്. ഞാനും ആ നിൽക്കുന്ന ആൾ തന്നെയാണ്, പക്ഷെ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ക്ഷീണം കുഴക്കമൊന്നും മാറില്ല. എന്നെ അപേക്ഷിച്ച് അങ്ങനെ കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കണ്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട ഇപ്പം സമയമുണ്ടല്ലോ പിന്നെ ചെയ്യാതെ അങ്ങനെ വിചാരിച്ചൊന്നും ഒന്നും നടക്കൂല. വൈകുന്നേരം ആവോളൊരു പണി നമ്മളത് കഴിയില്ല. അടുക്കള പണി കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു. അടുക്കള പണിയും കുളിയും കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞില്ലേ, പിന്നെ ഇപ്പം എന്ത് പണി നമുക്കുള്ളത്. അപ്പോഴേക്കും കണ്ട സായേട്ടനെ എണീച്ച് വന്നിട്ടോ. സായി എണീച്ച് വന്നിട്ട് ഞോളൊന്ന് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവരൊക്കെ ഒന്ന് എണീപ്പിക്കാൻ. ഇന്നത്തെ ഏകദേശം കിച്ചൺ വർക്ക് കൂടെ തീർന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പം ഇതിൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ, എനിക്ക് വിശക്കാൻ തുടങ്ങി. നേരം നല്ലോണം ആയിന്. 8:30-9 മണിയൊക്കെ ആയി തുടങ്ങി ഇപ്പം തന്നെ. എന്താ അറിയോ, ആ പാത്രമൊക്കെ അപ്പം തന്നെ അത് കഴുകി വെച്ചു. ആ പാത്രം കഴുകി വെച്ചു, വീതനൊക്കെ ഇപ്പം തന്നെ തുടച്ച് വെച്ചാൽ ഇന്നിപ്പോൾ ഇവിടെ അടുക്കള പണിയെടുത്ത ഒരു ഇതൂടെ കാണൂല. ചില ദിവസം ഇന്നിപ്പോൾ സ്കൂളിലാക്കല്ലോ കേട്ടോ. സ്കൂളിലെ ദിവസമാണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ സ്പീഡിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. കാരണം എന്താ വെച്ചാൽ എനിക്ക് 10 മണിയാകുമ്പോഴേക്കും ആ പണികളൊക്കെ കഴിഞ്ഞ് നിർബന്ധമാണ്. പിന്നെ സ്കൂൾക്കും മക്കളെ കൊണ്ടാക്കി വന്നിട്ട് പിന്നെ അടിക്കാൻ തുടയ്ക്കാനുണ്ടാവും. ചില ദിവസം അതും കഴിച്ചിട്ടാണ് പോവുക കേട്ടോ. എന്താ പറയുക, ആ നമ്മളെ കുഴങ്ങിന് വരുന്ന നേരത്ത് പിന്നെ 5 മിനിറ്റ് കിടക്കാനോ ഇരിക്കാൻ തോന്നി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആ ദിവസം മൊത്തം ഇരിക്കലും കിടക്കലുണ്ടാവുള്ളൂ, വേറെ പണിക്കാൻ കഴിയില്ല. ചിലവർക്കാണ്, ചിലവർ കുറച്ച് നേരം ഉച്ചയാകുമ്പോഴേക്കും എല്ലാ പണി തീർക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ക്ഷീണവും മടിയില്ലാത്തവരെ കാര്യം അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ എൻ്റെ പോലത്തെ മടിച്ചികളുടെ കാര്യം മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെന്താ പറയുക, ഈ സാധനങ്ങൾ വെക്കാൻ ഈ റാക്കും കാര്യങ്ങളൊന്നും ഇവിടെ ആയിട്ടില്ല കേട്ടോ. നമ്മളന്ന് അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിലൊക്കെ കയറിയതാണ്. എങ്ങനെയെങ്കിലും ഒരു വീടായല്ലോ എന്നുള്ളതിൽ ഒരുപാട് പണികൾ ഇനിതിൽ ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യമാണ് സാധനങ്ങൾ. ഇപ്പം എനിക്ക് സൗകര്യങ്ങൾ ഈ വീട്ടിലുണ്ട് കേട്ടോ. ഒരിക്കലും ഞാൻ ഇല്ലയെന്ന് പറയില്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം എത്ര കിട്ടിയാലും നമുക്ക് തികയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം എനിക്ക് തന്നെ ധാരാളമാണ്. അത് ഇന്ന അറിയണം, എല്ലാവർക്കും അറിയണ്ടാവും. ഞാൻ ഒരിക്കലും ഇല്ലായ്മയ്ക്ക് അതില്ല ഇതില്ല എന്ന് എനിക്ക് സൗകര്യങ്ങളുള്ള വീട്ടിൽ ഞാൻ പറയില്ല കേട്ടോ. ഇല്ലാത്തവർക്ക് നമ്മളില്ലാന്ന് തന്നെ പറയുന്നത്. നമ്മൾ പണ്ടത്തെ വീടങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് നല്ല സുഖം തന്നെയാണ് ഇപ്പോൾ. കുഴപ്പങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നലെ മഴ മൂടിയപ്പോൾ എടുത്ത് വെച്ച തുണിയെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തോരയിടട്ടെ എന്നൊക്കെ വിചാരിച്ചതാണ്. എന്താ പറയുക, ഇനി ഈ വെയിലോട് പോയി കഴിയുമ്പോഴേക്ക് എനിക്കിവിടെ ഇനിയും വേറെ കുറേ തുണി ഇപ്പോൾ തിരുമ്പിയിട്ടാണ്ട്. അപ്പോൾ വെയിലോട് പോയി കഴിയുമ്പോഴേക്കും ഇതൊക്കെ പാടെ ഉണങ്ങി കിട്ടണം. അപ്പോൾ അതൊക്കെ തോറ്റിട്ട് ഞാൻ വേഗം തിരക്കുന്നത്. ഉമ്മറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിടണം. അല്ലെങ്കിൽ ആദ്യം ശരിക്കും ഉമ്മറ അടിച്ച് തുടക്കാനാണ് വേണ്ടത്. ഞാനെന്താ അറിയോ, എനിക്ക് ഇതിനായിട്ട് കുറച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സമയം വൈകലാണ്. ഒരു ടൈം ടേബിൾ പോലെ തന്നെ ഈ വീട്ടിലത്തെ പണിയില്ലേ. കുട്ടികളുണ്ടെങ്കിൽ ടൈം ടേബിളാക്കി സ്കൂളിലേക്ക് പോണ പോലെ അതേപോലെ തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങളോട്ട് എനിക്ക് ഒരു ടൈം ടേബിൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നീങ്ങുന്ന പോലെ തോന്നലുണ്ട്. ഞാൻ അതിൽ ഒന്ന് മാറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ സകല കാര്യങ്ങളൊന്ന് മാറും. പിന്നെ വേഗം തട്ടി അറിയോ, അപ്പോഴേക്കും മക്കളൊക്കെ എണീച്ച് തുടങ്ങിയിട്ട് ഈ കാശിനോടൊക്കെ പല്ല് വയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം അടിക്കട്ടെ വിചാരിച്ചിരിക്കുന്നു. അടിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ, പിന്നെ തുടയ്ക്കാണ്ട് ഇപ്പം തുടച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം അടിച്ചിട്ട് കഴിഞ്ഞാൽ മക്കളെ കുളിപ്പിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടിക്കാം, പിന്നെ തുടയ്ക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചു. നമുക്കങ്ങനെ ഭാരപ്പെട്ട പണിയോ വയ്യാത്ത ആൾക്കാരെ നോക്കാനോ ഓരോ കാര്യം തിരിഞ്ഞ് കുളിപ്പിക്കാനോ അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള അത്രങ്ങാനും ആൾക്കാരുണ്ടല്ലേ ബുദ്ധിമുട്ടുള്ള വയസ്സായ ആൾക്കാരെ നോക്കാൻ, അല്ലെങ്കിൽ സുഖമില്ലാത്ത അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. ഇവിടുത്തെ പണികൾ ഇങ്ങോട്ട് തിരുന്നാൽ മതി. പിന്നെ എൻ്റെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ്. എന്നാൽ എനിക്ക് ഓരെ കൊണ്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പം എന്തായാലും ഇല്ല കേട്ടോ. ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു, ഒക്കെ ചെറിയ മക്കളായ ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പം അല്ല, ഇപ്പം എല്ലാം എന്നെ കൊണ്ട് കഴിയും. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെയാണല്ലേ, എല്ലാ കാര്യങ്ങളും നമുക്കൊരാൾ താങ്ങാനുണ്ടാകും ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കതെല്ലാം നിസ്സാരമായിട്ട് തോന്നും. അതേ പറഞ്ഞത് നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഇഷ്ടം പോലുണ്ട്. എല്ലാവരും നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത്ര പോലും സൗകര്യങ്ങളിലാണ് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്കൊരു വീടായപ്പോൾ ഞാൻ എപ്പോഴും ഫസ്റ്റ് പ്രാർത്ഥിച്ച കാര്യം കേട്ടോ, ഒരു വീടില്ലാത്തൊരാൾക്കാർക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള പെട്ടെന്നൊരു വീട് കിട്ടണം ദൈവമേ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഈ വീട്ടിൽ തന്നെ കയറിയത് കേട്ടോ. എനിക്ക് അങ്ങനത്തെ മനസ്സാണ്. കാരണം എല്ലാവർക്കും ആർഭാടോ ആഡംബരം ഒന്നും ഒരിക്കലും ചിന്തിക്കുന്നില്ല. എല്ലാവരും
ആവശ്യങ്ങൾ നടന്ന പോലെ വീട്, വസ്ത്രം, ഭക്ഷണം ഇതൊക്കെ നമ്മളെ ആവശ്യമല്ലേ. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇല്ലാത്തൊരു കാലം നല്ലോണം അനുഭവിച്ചാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത തന്നെയാണ് എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവട്ടെ. എനിക്ക് എന്തായാലും ആർക്കും ഒന്നും കൊടുക്കാനുള്ള സംവിധാനം ഇപ്പം എൻ്റെ അടുത്തില്ല. അപ്പോൾ ആരും സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പം എന്നെ കൊണ്ട് ഇതേ കഴിയുള്ളൂ പ്രാർത്ഥിക്കാൻ. ഇല്ലാത്തവർക്കൊക്കെ എന്തെങ്കിലും ദൈവം അതിനുള്ള മാർഗ്ഗങ്ങൾ കൊടുക്കട്ടെ. അതുപോലെ രോഗങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആൾക്കാർക്ക് രോഗങ്ങളൊക്കെ മാറ്റി സുഖം നൽകട്ടെ. രോഗങ്ങളൊന്നും ഇനി വരാതിരിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അതിന് ഉമ്മറം തുടച്ച് കഴിഞ്ഞപ്പോൾ തോന്നി വേഗം അകം കൂടി അടിച്ച് വരാൻ കേട്ടോ. അപ്പോഴേക്ക് സഹായി തുടങ്ങി. ഇന്നൊന്ന് മുടിയെട്ടി തരി, ഇന്നൊന്ന് പുറപ്പെട്ട് ശരി. പിന്നെ അങ്ങനെയാണ് കുളി കഴിഞ്ഞാൽ പിന്നെ തൊയിരക്കേടാണ്. പിന്നെ പൗഡറും പൊട്ടുവിട്ട് നടക്കേണ്ടി വരും. എന്നിട്ടാണ് ചായനെ കുടിക്കുക. ചായ കുടി പിന്നെ ഞങ്ങൾ അതേ എല്ലാവരും കുളിച്ചിട്ട് ചായ കുടിക്കല് കേട്ടോ. അത് പ്രത്യേകത തന്നെയാണ്. പിന്നെ എന്താ പറയുക, നിലത്ത് അധികം സാധനങ്ങളൊന്നും ഇങ്ങനെ നമ്മൾ വെക്കാത്തതുകൊണ്ടേ തുടയ്ക്കാൻ എളുപ്പമാണ്. മറ്റേ നമുക്ക് നീക്കിയും അങ്ങോട്ടും ചിരണ്ടി ഇങ്ങോട്ടും ചിരണ്ടി നിൽക്കുമ്പോഴേക്കും നേരം പോകുള്ളൂ. അതില്ല, നമുക്കത് നല്ലപോലെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ പണിയോടെ തീരും. ചില വീഡിയോസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കമൻറ്റിൽ പറയണ കേൾക്കാട്ടോ, ഈ ചില പെണ്ണുങ്ങളുണ്ട് വളവള ഇങ്ങനെ മനുഷ്യനെ ബോറടിപ്പിക്കും എന്നൊക്കെ പറയുന്നേക്കലുണ്ട്. പക്ഷെ അതങ്ങനെ പറയല്ലടോ. കാരണം ഞങ്ങൾക്ക് അധികം സംസാരിക്കുന്ന ആൾക്കാർക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. എന്നെയൊക്കെ അപേക്ഷിച്ച് അങ്ങനെയാണ്. എനിക്ക് ആരുടെയെങ്കിലും എപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ളവർക്ക് പിന്നെ ആരെന്ത് പറഞ്ഞാലും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോഴേക്കും സൈനിയും കാശിനെ കുളിപ്പിച്ചിട്ട് സായിൻ്റെ കുളി നേരത്തെ കഴിഞ്ഞത് തന്നെയാണ്. അതുപോലെ എല്ലാവരും 3 ആളെയും സെറ്റാക്കട്ടെ, എന്നിട്ട് വേണം ചായ കുടിക്കാൻ. എന്നാൽ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ സായുവിൻ്റെ മുടിയട്ടൽ, ഒരു പൗഡർ, ഒരു പൊട്ട് ഓൾ റെഡിയായി. പിന്നെ കറണ്ട് ആണെങ്കിൽ ഇന്ന് വന്നും പോയി നിൽക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയല്ലേ, കറണ്ടിന് ഭയങ്കര കളിയാണ്. ഞാനാണെങ്കിൽ ഈ ഫോൺ കുത്തിയേക്കാത്തതുകൊണ്ട് ചാർജും ഇല്ല. ഞാൻ വിചാരിച്ച് നമ്മൾ ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യുന്ന സമയത്തൊക്കെ ചാർജൊക്കെ ഫുള്ളാക്കണം എന്നുള്ള കാര്യം. ഞാൻ ആ കാര്യം ഇന്നലെ മറന്നുപോയി. നേരത്തെ ഉറങ്ങുകയും ചെയ്തു ഇന്നലെ. എന്നും ഞങ്ങൾ 11 മണി 11:45 ഉറങ്ങണമെങ്കിൽ. പക്ഷെ ഇന്നലെ എൻ്റെ കുട്ടിയൊക്കെ പെട്ടെന്ന് ക്ഷീണം. അന്ന് മിനിയാന്ന് ഡിറ്റേഷൻ്റെ പഠനം ഞങ്ങൾക്ക് 12:45 വരെ പഠിച്ചിരുന്നു. അതിൻ്റെ തോന്നണം പെട്ടെന്ന് ഉറങ്ങാനൊക്കെ നോക്കിയവർ. പിന്നെ കണ്ട കാശിക്കുട്ടനെ ഞാൻ മുടിയിൽ നന്ദു കേട്ടോ. നന്ദു പറയുന്നതൊക്കെ എപ്പോഴാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ഇന്നൊന്ന് കാണണം കേട്ടോ അതിലൊക്കെ പറയുന്നേ. നേരം വെളുത്ത വൈകുന്നേരം പോലെ ഞങ്ങളുടെ തന്നെയാണ്. അപ്പനെയും കണ്ട് സെറ്റാക്കി ഭസ്മൊക്കെ തൊട്ട് കൊടുത്തു. ഇനി ഞാനൊന്ന് മുടി കെട്ടിയിട്ട് പൊട്ടൊക്കെ തൊട്ടോ. എന്തായാലും രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി നിൽക്കണതല്ലേ. പക്ഷെ എനിക്ക് തോന്നണേ രാവിലെ തന്നെ കുളിക്കുന്നത് നല്ലത് തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷെ എനിക്ക് തോന്നി പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയായി നിൽക്കില്ലേ. കാരണം ഈ ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ ഫ്രഷ്നെസ് അപ്പോഴേക്കും പോവുകയാണ് ചെയ്യുന്നത്. രാവിലെ കുളിച്ചടുക്കളേക്ക് പറഞ്ഞത് വേറെ വൃത്തി തന്നെയാണ്. അപ്പം ഞങ്ങൾ ഏകദേശം ഇന്നത്തെ മേക്കപ്പും സെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കൊന്ന് ചായ കുടിക്കണം. ഇപ്പം സമയം എത്രയും കിട്ടാൻ ഞെട്ടും. ഇപ്പോൾ സമയം 10 മണിയാണ്. രാവിലെ ചായ കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഇതാണോ നിങ്ങളൊന്ന് പറയും. ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. എന്നിട്ട് അപ്പോൾ കണ്ട ദോശയും ഗ്രീൻ പീസൊക്കെ അപ്പോഴേക്കും കുറുകി ഇതായിരുന്നു. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ട് കടല മാത്രം പെറുക്കി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ചായ കുടിക്കട്ടെ. അപ്പം ഇനി മറ്റേ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.